ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ബാപ്റ്റിസ്റ്റിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം നേരെ പോകുന്നത് കഞ്ഞിക്കുഴിയിലേക്കാണ്, റോസിറ്റ എന്ന് പറയുന്ന ബൊട്ടിക്കിലേക്കാണ്. അതിന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്, ഫാമിലി മൊത്തം ഉണ്ട്. ചിന്ന ഒരു ഹായ് പറഞ്ഞേക്ക്. അതുപോലെ തന്നെ നൈത്തോയുണ്ട്, നൈത്തുകുട്ടി അവൾ ഉറങ്ങി ശരിക്കും പറഞ്ഞ. പിന്നെ മമ്മിയുണ്ട്, ഹായ്. ഹായ്. പപ്പായുണ്ട്. നേരെ പോകുന്നത് കഞ്ഞിക്കുഴിയിലുള്ള ബൊട്ടിക്കിലേക്കാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. ബൈ. നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ഓൾട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ ഒന്ന് കാണിക്കാവോ, നമുക്ക് സൈസ് ഒന്ന് നോക്കാം, നീളമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയോ. ഇപ്പം നോക്കാം, 2 മാസം ഉണ്ടെങ്കിലും നീളമുണ്ട്, സൈസ് ഉണ്ട്, കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കാം. വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. ഈ ഫസ്റ്റ് ഡ്രസ്സ് പോലത്തെ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് അല്ലേ, അത് പിങ്ക്. അത് കുറച്ചുകൂടെ റൗണ്ടഡ് ആയിട്ടുള്ള ലൈൻ വരുന്നതാണ്. സ്റ്റോക്കിങ്ങും ഷൂ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരു ചെറിയ ഇംഗ്ലീഷ് ലുക്ക് വന്നോളൂ. അതുകൊണ്ട് ഈ ലെങ്ത്തിൽ നമ്മൾ കൊടുക്കുന്നത്, കാരണം ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാന്നുള്ള പോലെ. നമുക്ക് ബൂട്ടീസ് ആണുള്ളത്, ക്രോഷേ ബൂട്ടീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, കാരണം അതാകുമ്പോഴത്തേക്ക് ചൂടെടുക്കത്തില്ല. മറ്റേ ഈ സോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം പോളിസ്റ്ററാ വരുന്നത്. അപ്പൊ അങ്ങനത്തെ സോക്സ് ഒക്കെ ആകുമ്പോൾ ഈ നമ്മുടെ ക്ലൈമറ്റിൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ബൂട്ടീസ് കൊടുക്കുന്നത്. അതിൽ ഇപ്പൊ ഫ്ലവേഴ്സ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെച്ച് നമ്മളൊക്കെ നല്ലതായിട്ട് ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ഡ്രസ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ക്യാഷ് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ചൊരു നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്ത് ഇത് തന്നെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ചെസ്റ്റിന് താഴെയാണ് നിൽക്കുന്നത്. അതാ പിന്നെ ഓൾട്രേഷൻ എന്തെങ്കിലും ചെയ്യാം. അതായത് ഇവിടെ കുറച്ച് ഒത്തിരി കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലേസോ അവർക്ക് എല്ലാം പിടിപ്പിക്കണമെങ്കിൽ അവിടെ പിടിപ്പിക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ ഈ ഒരു പോർഷൻ കാണുന്നത് നല്ല ഭംഗിയാ. പിന്നെ വലുതായി വരുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് കവർ ചെയ്ത് പോയിക്കോളും. കറക്റ്റ് ആ ഒരു വെള്ളം പിടിക്കുന്ന പോലത്തെ ടവല, സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ തന്നെയാണ്. ഇതിലിപ്പോ എന്തെങ്കിലും നമുക്ക് ഒന്ന് വീണാലും ഒന്ന് കഴുകിക്കളയും. ഇതെല്ലാം കൂടുതൽ എല്ലാവരും ഈ ഒരു കീപ് സേക്ക്, അതായത് വീട്ടിലേക്കാണേലും ഇല്ല, കുടി ഇല്ലാത്ത ടവല. കാരണം മാമോദിസ സമയത്ത് നമ്മൾ പ്ലെയിൻ ടവൽ തന്നെയാണ്, ഫുഡിന്റെ ആവശ്യമില്ല. വലുതാണോ? ചെസ്റ്റ് എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കണം, ഹെഡ് ബാൻഡ് നമുക്ക് അതിനനുസരിച്ച് ചെറുതാക്കാം. മടിയിലോട്ടൊന്ന് കിടത്താവോ, അതാകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് ഒന്ന് നോക്കാം. റോസിറ്റയിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഫ്രോക്ക് മേടിച്ചു. നൈത്തോയെ എൻ്റെ പപ്പയും അമ്മയും കൂടെ കൊണ്ടുപോയി നേരെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ 4 പേരുമായിട്ടാണ് ഇനി ഷീമാട്ടിയിലേക്ക് പോകുന്നത്, സെക്കൻഡ് ഫ്രോക്ക് മേടിക്കും. അപ്പം ഇതൊക്കെയാണ് ബാപ്റ്റിസ്റ്റിന് വേണ്ടി. അതിൻ്റെ കൂടെ ബാപ്റ്റിസ്റ്റിനുള്ള ഡ്രസ്സിന് വേണ്ടി ചിന്നുവിനും മമ്മിക്കും പപ്പായ്ക്കുള്ള ഡ്രസ്സും കൂടെ നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷോപ്പിംഗ് കൂടെ നോക്കാം. നല്ല രസമുണ്ട്. കസ്റ്റമൈസേഷൻ 15 days ആണ്.
മമ്മിയുടെ അല്ലേ? ഇതല്ലേ മമ്മിക്ക്? ആ ചേച്ചിയുടെ കയ്യിലുള്ള കാണിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞാ മമ്മി. അത് സിമ്പിളായിപ്പോയി ചേച്ചി. ആ റെഡോ പക്ഷെ ഒരു വേറെ ലുക്ക് ഉണ്ട് കേട്ടോ. അതൊരു രസമുണ്ട് കേട്ടോ. പേളിന്റെ ഒരു കമ്മലും കൂടെ ഇട്ടാ മതി. ആ മുത്തിന്റെ തന്നെ ഒരു കമ്മലും കൂടെ ഇട്ടാ മതി അല്ലേ? അതൊരു രസമുണ്ട്. അല്ല ഇവര് ചെയ്ത് തരത്തില്ലേ? ഇല്ലേ? ചേച്ചി ആ റെഡും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അതൊരു ഭംഗിയില്ല, അത് രസമില്ല. ആ റെഡ് ഇടാവും. ഈ റെഡ് ഒന്നുകൂടെ ഇട്ട് തരാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തിരിഞ്ഞ മമ്മി. ഞങ്ങൾ എടുക്കാൻ വേണ്ടി വെച്ച് സാരി ആണെങ്കിൽ ഡാമേജ് ഉള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെ തന്നെ ചിന്നുവിന് വേണ്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മമ്മിക്കുള്ള സാരി എടുക്കാനും ബേബിക്കുള്ള ഒരു ഡ്രസ്സ് എടുക്കാനും ബാപ്റ്റിസിനുള്ള ഡ്രസ്സ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ അപ്പുശാന് ഒരു ഡ്രസ്സ് എടുക്കാനും ബാപ്റ്റിസിന് വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പുളിമൂട്ടിൽ വന്നേക്കുവാണ്. ഇവിടെ മാത്രമേ ഇത് ഈ സൈഡ് വരെ വർക്ക് അതല്ലേ ഇഷ്ടപ്പെട്ടെ ഫസ്റ്റ്? പക്ഷെ ഇതിനേക്കാൾ രസം അതാ. കുറച്ച് സാരീസ് സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഒരു സാരി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് മമ്മിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ കാണിക്കാം ഓരോ സാരീസായിട്ട്. ഇതാണ് മമ്മി എടുത്ത സാരി. മസാല നൈത്തോടെ മാമോദിസ അടുത്ത് വരുന്നതുകൊണ്ട് ഞാൻ ബാപ്റ്റിസ്റ്റിനുള്ള ഡ്രസ്സ് ഇവിടെ കോട്ടയത്തുള്ള ചിങ്ങവനത്തുള്ള സൗമ്യ സ്യൂ എന്ന് പറയുന്ന ബൊട്ടീക്കിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. അപ്പം അവരിന്ന് വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. പപ്പായും മമ്മിയും അതുപോലെ തന്നെ നൈത്തോമോളും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഹലോ.
ഞാനപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടാണ് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊണ്ടേ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇനി ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു ഓൾട്രേഷൻ പോലും വേണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടാണ് ചേച്ചി ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ കളറാണെങ്കിലും ഈ ഞാൻ കൊടുത്ത പിക്ചർ പോലെ തന്നെയാണ് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നത്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പേരൻസും ഭയങ്കര ഹാപ്പിയാണ്. പപ്പായും മമ്മിയും കാണിച്ചായിരുന്നു, അവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നൈറ്റോയുടെ ബാപ്റ്റിസം വരുവാണ്. അപ്പം അതിനു വേണ്ടി അമ്മയ്ക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടി പോവാണ്, ബാപ്റ്റിസം ഇടാൻ വേണ്ടി. അപ്പം നേരെ ഷീമാട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമേ ഉള്ളൂ. പപ്പായും നൈറ്റോയും കൂടെ പിന്നെ വരും. അപ്പോൾ ആദ്യമേ സാരി സെലക്ട് ചെയ്തിട്ട് പിന്നെ പപ്പായെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഷീമാട്ടി വെച്ച് കാണാം. പക്ഷെ ഇത് ഏത് സാരിയാ? ഇതിന് ടസർ തന്നെ സാരിയെ കുത്തി വെക്കാതെ അഴിച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. മാമോയിസ ലുക്ക് വരുന്ന ഇതാണോ? അല്ല, അതല്ല അതാ വരുന്നേ ലുക്ക്. ഇത് അത്രയും വരുന്നില്ല. സെക്കൻഡ് കൊടുക്കും. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അകത്തുള്ള സോഫ്റ്റാണ് കോട്ടൻ്റെ ആണോ? സോഫ്റ്റ് ആയിട്ട് തന്നെ. ആ കോട്ടൻ്റെ വരുന്നുണ്ടല്ലേ? എല്ലാത്തിനകത്ത് കോട്ടൺ ഉള്ളതാണ്. ഇതിന് ഉടുപ്പെല്ലാം സെക്കൻഡ് ഉടുപ്പ് സെയിം തന്നെ വരും, പക്ഷെ കോട്ടൻ്റെ മാത്രം കളർ ചേഞ്ചസ് വരും. തിയര, പിന്നെ സെക്കൻഡ് ഉടുപ്പ്, ക്യാൻഡില്, ബോയ്, പിന്നെ ബൂട്ട്സ്, പിന്നെ നിക്കറല്ലേ, പിന്നെ ടവലല്ലേ? ടവല് അങ്ങനെ, പിന്നെ ക്യാൻഡിലല്ലേ? പിന്നെ എങ്ങനെയാ ഒരു സെറ്റിന് മൊത്തം എത്ര വരുന്നത്? 1895 അല്ലേ? ഇതിന് എത്ര വരുന്നത്? 2877. ഇത് ഫുൾ സെറ്റായിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല അല്ലേ? പൊട്ടിക്കാൻ പറ്റില്ല. റേറ്റ് വരുന്നത് 1310. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അല്ലേ? വൈറ്റ് ഉടുപ്പല്ലേ? ഫ്രോക്കായിട്ട് കുറേ ഉണ്ടല്ലേ? ഇത് ഓഫ് വൈറ്റ് ആണോ വൈറ്റ് ആണോ? വൈറ്റ് അല്ലേ? രണ്ടും കൊണ്ടുപോകണോ? രണ്ടും നോക്കാം. ആദ്യം ഇതിലേക്ക് പോയി കളർ നോക്കാം. കിട്ടും. അമ്മയ്ക്ക് ഷീമാടിയിലെ സാരിയേക്കാൾ ഇഷ്ടമായത് സിൽക്ക് റോഡിലെ സാരിയായിരുന്നു. അതുകൊണ്ട് അത് തന്നെ മേടിച്ചു. കാണിച്ച്